ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഈ രാശിക്കാരെ ഇനി പന പോലെ വളർത്തും. ഇവർക്കിനി പണത്തിന് ഒരു കുറവുമുണ്ടാവില്ല. ഇനിയുള്ള ജീവിതം നിങ്ങൾക്ക് ആഡംബര ജീവിതം തന്നെയാണ് വന്നെത്തുവാൻ പോകുന്നത്. 2025 ജൂലൈ 28-ന്, അതായത് കർക്കിടക മാസം 12-ന് ചൊവ്വ കന്നി രാശിയിലേക്ക് സംക്രമിക്കുന്നു. സെപ്റ്റംബർ 13, അതായത് ചിങ്ങം 28 വരെ ചൊവ്വ കന്നി രാശിയിൽ തുടരുന്നതാണ്. ചൊവ്വ കന്നി രാശിയിൽ പ്രവേശിക്കുന്നതോടെ കുജ-കേതു യോഗത്തിന് അവസാനമാകും. കഴിഞ്ഞ 3-4 മാസമായി തുടരുന്ന കാളസർപ്പയോഗം ഇതോടെ ഇല്ലാതാകുകയും ചെയ്യും. ഈ രണ്ടു തമശക്തികളുടെ യോഗം ലോകത്തിനുണ്ടാക്കിയ ഛേദം ചെറുതൊന്നുമായിരുന്നില്ല. ചൊവ്വ ശരാശരി ഒരു രാശിയിൽ 1.5 മാസം അഥവാ 45 ദിവസം വീതം സഞ്ചരിക്കും. ഇത്തവണ ഏതാണ്ട് 50 ദിവസം കന്നി രാശിയിൽ തുടരുകയാണ്. ചൊവ്വയുടെ ശത്രുവായ ബുധന്റെ സുക്ഷേത്രമാണ് കന്നി രാശി. പാപഗ്രഹം, അതായത് ചൊവ്വ ഒരു പാപഗ്രഹമാണ്. ശത്രു രാശിയിലൂടെ കടന്നു പോകുമ്പോൾ കൂടുതൽ ദുർബലവാനായി മാറുന്നു. തന്മൂലം അതിൻ്റെ ശക്തി കൂടുകയും എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ കാലയളവിൽ വ്യാഴം, ശുക്രൻ, ബുധൻ എന്നീ ശുഭഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ ചൊവ്വയ്ക്ക് ലഭിക്കുകയുമില്ല. എന്നാൽ പാപഗ്രഹമായ ശനിയും ചൊവ്വയും പരസ്പരം നോക്കുന്നു. തന്മൂലം ചൊവ്വയുടെ ക്രൗര്യം വർദ്ധിക്കുന്നതാണ്. കന്നിരാശിയിൽ ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്ര മണ്ഡലങ്ങളുമുണ്ട്. കർക്കിടക മാസം അവസാനം വരെ ഉത്രത്തിലും ചിങ്ങമാസം 20 വരെ അത്തത്തിലും തുടർന്ന് ചിത്തിരയിലും ചൊവ്വ സഞ്ചരിക്കും. ചിങ്ങം 28-ന്, അതായത് സെപ്റ്റംബർ 13-ന് ചൊവ്വ തുലാം രാശിയിൽ പ്രവേശിക്കുന്നതാണ്. ഈ യാഥാർത്ഥ്യങ്ങൾ മുൻനിർത്തി മേടക്കൂറ് മുതൽ മീനക്കൂറ് വരെയുള്ള 12 രാശികളിൽ ജനിച്ച, അതായത് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ രാശിഫലമാണ്. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം. ചൊവ്വ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. അതായത് പാപഗ്രഹങ്ങൾ നന്മയും അനുഗ്രഹവും പൊഴിക്കുന്നത് ഉപാജയങ്ങളുടെ സ്ഥാനങ്ങളിലാണ്. 6-ാം ഇടമാകട്ടെ ഉപജയസ്ഥാനമാണ്. അതിനാൽ മേടരാശിക്കാർക്ക് ചൊവ്വയുടെ കന്നിയിലെ സഞ്ചാരം വളരെയധികം ഗുണകരമാണ്. ആത്മവിശ്വാസം കുന്നോളം ഉയരുന്ന കാലമാണ്. ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും മുൻനിരയിലെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. അധികാര സ്ഥാനങ്ങൾ വന്നു ചേരുന്നതാണ്. ഔദ്യോഗിക ജീവിതത്തിൽ വളരെയധികം സമാധാനം വന്നു ചേരും. എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ എണ്ണം കൂടുകയും എതിർക്കുന്ന ആളുകളുടെ എണ്ണം കുറയുകയും ചെയ്യുന്ന കാലമാണ്. സംഘടനകളിൽ നിങ്ങൾക്ക് നേതൃത്വ പദവി ലഭിക്കും. ബിസിനസ്സിൽ വളരെയധികം ഉയർച്ചയും ധനനേട്ടവും പ്രതീക്ഷിക്കാവുന്ന സമയം തന്നെയാണ് വന്നെത്തിയിരിക്കുന്നത്. ധനാഗമത്തിലെ എല്ലാവിധ തടസ്സങ്ങളും നീങ്ങിക്കിട്ടും. വസ്തു വ്യവഹാരങ്ങളിൽ വിജയിക്കുന്നതാണ്. മത്സര അധിഷ്ഠിതമായ കരാറുകളിൽ വളരെയധികം നേട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഈ കാലയളവിൽ വരെ നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രവൃത്തി പദത്തിൽ വിജയത്തിലെത്തിക്കുവാൻ സാധിക്കുന്നതാണ്. കുടുംബത്തിലെ അനൈക്യങ്ങളെല്ലാം മാറി അവയ്ക്കെല്ലാം അറുതി ഉണ്ടാകുന്ന കാലമാണ് നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നത്. മാസ അവസാനത്തോടെ വളരെയധികം അപ്രതീക്ഷിതമായ ഭാഗ്യ അനുഭവങ്ങൾ അനുഭവത്തിൽ വരും. വളരെ കാലമായി കിട്ടാതിരുന്ന പൈസയോ സമ്മാനമോ ലഭിക്കുവാനുള്ള ഇടവരുന്നതാണ്. കുടുംബത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരും. കുടുംബ ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. ദാമ്പത്തിക ഐക്യം, ശത്രുനാശം, കീർത്തി എന്നിവ ലഭിക്കും. അന്യജനങ്ങളാൽ ആദരിക്കപ്പെടുവാനുള്ള ഭാഗ്യവും സിദ്ധിക്കുന്നതാണ്. തൊഴിലിടങ്ങളിൽ സ്ഥാനപ്രാപ്തി ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദങ്ങൾ,
നാലാം ഇടത്തിൽ നിന്നും അഞ്ചിലേക്കാണ് ചൊവ്വയുടെ മാറ്റം. നിലവിലെ സ്ഥിതിയിൽ നിന്നും കാര്യമായ വ്യത്യാസമൊന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമല്ല. ഇടതുകാൽ മന്ത് വലത് കാലിൽ മാറിയതുപോലെ എന്നു മാത്രം. ബുദ്ധിപരമായി തെറ്റായ തീരുമാനങ്ങൾ എടുക്കുവാനിടയുണ്ട്. ആലോചനാ ശൂന്യത കാര്യനിർവഹണത്തിലും ഉണ്ടായേക്കും. നിങ്ങളുടെ ജോലിയിലെ അതൃപ്തി തുടരപ്പെടുന്നതാണ്. പക്ഷെ നിങ്ങൾ ഈ കാലയളവിൽ ജോലി ഉപേക്ഷിച്ചാൽ പുതിയത് ഉടനെ കിട്ടിയേക്കില്ല. ആത്മികവും ആധ്യാത്മികവുമായ കാര്യങ്ങളിൽ തടസ്സങ്ങൾ വന്നു ചേരും. വാഗ്ദാന ലംഘനങ്ങൾ വിമർശനം ഏറ്റുവാങ്ങുവാൻ ഇടവരുത്തും. മക്കളുടെ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട കാലമാണ്. അവരുടെ ശാഠ്യങ്ങൾ, വാക്കുകൾ, കർമ്മങ്ങൾ എന്നിവ മാതാപിതാക്കളുടെ മനോബലം ദുർബലപ്പെടുത്തുന്നതാണ്. സാമ്പത്തികമായ ഇടപാടുകളിൽ അങ്ങേയറ്റം നിങ്ങൾക്ക് ജാഗ്രത വേണ്ട കാലമാണ്. അമിത വ്യയത്തിന് കാരണങ്ങൾ വരാം. ചോരശല്യം, ശത്രുപദ്രവം എന്നിവ സാധ്യതകളാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർതം 1, 2, 3 പാദങ്ങൾ. വളരെയധികം അനുകൂല സ്ഥാനത്ത് നിന്നാണ് അത്ര അനുകൂലമല്ലാത്ത സ്ഥാനത്തേക്ക് ചൊവ്വ മാറിയത്. നാലാം ഇടത്തെ ചൊവ്വ അതിവൈകാരികതയും ക്ഷോഭവും സമ്മാനിക്കും. പല കാര്യങ്ങളും തിടുക്കത്തിൽ നിർവഹിക്കാം. വരും വരായ്കകൾ ആലോചിക്കില്ല. കുടുംബത്തിൽ അല്പം സ്വൈര്യക്കേടോ അനൈക്യമോ ഉണ്ടാകുവാനുള്ള ഇടയുണ്ട്. വാഹനം ഉപയോഗിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ വളരെയധികം ശ്രദ്ധ വേണ്ട കാലമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും എതിർ ചേരിയിലാണോ എന്ന സന്ദേഹം ഉടലെടുക്കും. വസ്തു സംബന്ധമായ വ്യവഹാരം ഒത്തുതീർപ്പിന് വഴങ്ങാതെ നീളാം. ക്രയവിക്രയങ്ങളിൽ അമളി സംഭവിക്കുവാൻ ഇടയുണ്ട്. നിങ്ങളുടെ മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി അത്ര തൃപ്തികരമാവില്ല. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായി അലമ്പ് ഉണ്ടാകുവാനിടയുണ്ട്. ബിസിനസ്സിൽ വിപുലീകരണത്തിനുള്ള ശ്രമം മന്ദഗതിയിലാകും. മനസ്സിൽ എപ്പോഴും വിഷാദം, ഭയം, പരാജയഭീതി എന്നിവ സ്ഥാനം പിടിക്കാം. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർതം 4 പാദം, പൂയം, ആയില്യം. രണ്ടാം ഇടത്തിൽ നിന്നും മൂന്നാം ഇടത്തിലേക്കുള്ള ചൊവ്വയുടെ മാറ്റം കർക്കിടക രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായ കാലമാണ്. നിങ്ങളുടെ ആത്മശക്തി വളരെയധികം ഉണരുകയും സ്വന്തം കഴിവുകൾ തിരിച്ചറിയപ്പെടുകയും ചെയ്യുന്നതാണ്. തൊഴിൽ രംഗത്ത് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും പ്രശ്നങ്ങളും എല്ലാം മറികടന്ന് ഭൗതികമായ പുരോഗതി ഉണ്ടാകും. വിദ്യാഭ്യാസം വളരെയധികം നേട്ടങ്ങൾക്ക് കാരണമാകുന്നതാണ്. മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വിജയിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. നേതൃപാഠവും അഭിനന്ദിക്കപ്പെടുന്ന കാലമാണ്. ചില സ്വപ്നങ്ങൾ ഈ കാലഘട്ടത്തിൽ സഫലമാകുകയും ചെയ്യും. നിങ്ങളുടെ ഭൂമി വാങ്ങുവാനുള്ള പരിശ്രമം ഫലവത്താകുന്നതാണ്. ഗൃഹനിർമ്മാണത്തിന് ആവശ്യമായ ധനം സ്വരൂപിക്കുവാൻ സാധിക്കും. ഔദ്യോഗികമായ സ്ഥാനക്കയറ്റമോ അധികാര ചുമതലകളോ കൈവരുവാനിടയുണ്ട്. ദൂരദിക്കിൽ കഴിയുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ വീടിനടുത്തേക്ക് മാറ്റം കിട്ടും. ദാമ്പത്തിക സൗഖ്യം ഉണ്ടാകുന്ന കാലമാണ്. ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുവാൻ കഴിയുന്നതാണ്. പ്രതിസന്ധികൾ ഉണ്ടായാൽ തന്നെ അവയെ ഭയപ്പെടാതെ നേരിടുവാനുള്ള മനസാന്നിധ്യം ചൊവ്വയുടെ 3-ാം ഭാവത്തിലെ സ്ഥിതിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ കൈവരുന്നതാണ്. കൃഷി ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കുവാൻ ഇടയുണ്ട്. ഈ മാസത്തിൻ്റെ മധ്യത്തിൽ തൊഴിലിൽ വിജയം, ശത്രുനാശം, ധനനേട്ടം, അപ്രതീക്ഷിത ധനനേട്ടങ്ങളും വന്നു ചേരും. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം 1-ാം പാദം. ജന്മരാശിയിലായിരുന്ന ചൊവ്വ 2-ാം ഭാവത്തിലേക്ക് മാറുന്നു. ചെറിയ തോതിലെങ്കിലും ആശ്വാസമുണ്ടാകുന്ന മാറ്റമാണ്. എന്നാൽ നിങ്ങൾക്ക് ഭൗതികമായ ക്ലേശങ്ങൾ തുടരുന്നതുമാണ്. 2-ാം ഭാവത്തിലെ ചൊവ്വ കുടുംബ ബന്ധത്തിൻ്റെ സുഗമതയെ ദുർബലമാക്കും. സ്നേഹം അകാരണമായി ദോഷത്തിലേക്ക് നീങ്ങാം. പുതുതലമുറയും മുതിർന്നവരും തമ്മിൽ അകൽച്ചയുണ്ടാകുവാൻ ഇടയുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധക്കുറവ് വരുവാൻ ഇടയുള്ള കാലമാണ്. ആലസ്യം നിങ്ങളെ പിടിമുറുക്കാം. കർമ്മരംഗത്ത് സ്വാധീനം കുറയുവാനിടയുണ്ട്.
നിങ്ങളുടെ മേലധികാരികൾക്ക് വളരെയധികം അതൃപ്തി ഭവിക്കുന്നതാണ്. സഹപ്രവർത്തകരുടെ സഹകരണം ഭാഗികമായി ലഭിക്കും. നിങ്ങളുടെ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാലമാണ്. അവയുടെ പാരുഷ്യം ശത്രുക്കളെ സമ്മാനിക്കും. വാഗ്ദാനങ്ങൾ നിറവേറ്റുവാൻ ക്ലേശിക്കേണ്ടി വരുന്നതാണ്. ധനവരവ് മോശമാവില്ല. എന്നാൽ നിങ്ങൾക്ക് ധനത്തിൽ അമിതമായ ചിലവ് വരുവാൻ ഇടയുണ്ട്. ENT വിഭാഗത്തിൽ വരുന്ന അസുഖങ്ങൾ നിങ്ങളെ പിടിപെടുവാനും ഇടയുള്ള കാലമാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം ചിത്തിര 1, 2 പാദങ്ങൾ. 12ാം ഭാവത്തിൽ നിന്നും ചൊവ്വ ജന്മരാശിയിലേക്ക് പകരുന്നു. ചൊവ്വ അനിഷ്ട ഫലങ്ങൾ തന്നെയാണ് 12ാം ഇടത്തിലും നൽകിയത്. അതുതന്നെ ജന്മരാശിയിലും തുടരുന്നതാണ്. 8, 12 ജനിച്ച കൂറ് ഇവയിൽ സഞ്ചരിക്കുമ്പോൾ ചൊവ്വയുടെ ദോഷശക്തി അധികരിക്കും. കാര്യവിഘ്നം വരാം. നേട്ടങ്ങൾക്ക് ആവർത്തിത ശ്രമം അനിവാര്യമാണ്. അനായാസം നേടാവുന്ന കാര്യങ്ങൾക്ക് പോലും വളരെയധികം വിയർപ്പൊഴുക്കേണ്ടി വരുന്നതാണ്. ശത്രുക്കളുടെ ഉപദ്രവം അധികരിക്കുന്ന കാലമാണ്. നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് ഉദാസീനത, കിടമത്സരം ഇവ ഭവിച്ചേക്കും. ബന്ധുക്കളും സുഹൃത്തുക്കളും മറുകണ്ഠം ചാടിയാൽ ഈ സമയം നിങ്ങൾക്ക് അത്ഭുതപ്പെടുവാനില്ല. അപരിചിതരായ ആളുകളുമായി സാമ്പത്തിക ഇടപാടുകൾ കഴിവതും ഒഴിവാക്കേണ്ടതാണ്. ചെലവുകൾ വർദ്ധിക്കും. ക്ഷോഭം, മാനസിക പിരിമുറുക്കം, അകാരണമായ ഭയം ഇവ സമ്മാനിക്കുന്നതാണ്. ശരി തെറ്റുകളെക്കുറിച്ച് വിവേകം നഷ്ടമാകും. രോഗാദികൾ വർദ്ധിക്കും. വൈദ്യസഹായത്തിന് യാതൊരു രീതിയിലും നിങ്ങൾ ഈ സമയത്ത് അമാന്തിക്കരുത്. എല്ലാവിധ കാര്യങ്ങളിലും വളരെയധികം ജാഗ്രത പുലർത്തേണ്ട ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നത്. ഈ കാര്യം എപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകുന്നതും ഗുണകരമാകും. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര 3, 4 പാദങ്ങൾ, ചോതി വിശാഖം 1, 2, 3 പാദങ്ങൾ. അഭിഷ്ടഭാവമായ 11ാം ഇടത്തു നിന്നും ചൊവ്വ പ്രതികൂല ഭാവമായ 12ാം ഇടത്തിലേക്ക് വരികയാണ്. പൊതുവെ വളരെയധികം അലച്ചിലുണ്ടാകും. യാത്രാക്ലേശം ദിനചര്യയുടെ ഒരു ഭാഗമാകുന്നതാണ്. സമയബന്ധിതമായി ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ കഴിയുന്ന കാലമല്ല. ബിസിനസ്സിൽ ധനവരവ് വളരെയധികം വർദ്ധിക്കും. എന്നാൽ പലതരത്തിലുള്ള ചെലവുകളും വന്നു കൂടുന്നതാണ്. കൊടുകാര്യസ്ഥതയും അതിനൊരു കാരണമാകും. കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്ന പഴഞ്ചൊല്ല് നിങ്ങൾ ഈ കാലഘട്ടം ഓർക്കുന്നത് ഗുണകരമാകും. സാധ്യമാകുന്ന എല്ലാവിധ ദൗത്യങ്ങളും ചുമതലകളും ഏറ്റെടുത്താൽ മതിയാകും. വെല്ലുവിളികളിൽ നിന്നും തൽക്കാലം ഒഴിയുകയാണ് ഉത്തമം. നിങ്ങളുടെ പാദങ്ങൾക്ക് അസുഖങ്ങൾ വരാം. ഉദ്യോഗസ്ഥർക്ക് ദൂരദിക്കിലേക്ക് സ്ഥലം മാറ്റമുണ്ടാകുവാനുള്ള ഇടയുണ്ട്. ദുഷ്പ്രേരണകളിൽ നിന്നും അകലം പാലിക്കുന്നതും ഗുണകരമാകും. പ്രവാസികളായ ആളുകൾക്ക് നാട്ടിലേക്ക് പോകുവാൻ അല്പം കൂടി കാത്തിരിപ്പ് ആവശ്യമായി വരുന്നതാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം 4ാം പാദം, അനിഴം, തൃക്കേട്ട. 10ാം ഭാവത്തിൽ നിന്നും ഏറ്റവും അനുകൂലമായ 11ാം ഇടത്തിലേക്കാണ് ചൊവ്വയുടെ സംക്രമണം. നിങ്ങളുടെ ജീവിതത്തിന് ലക്ഷ്യബോധം കൈവരും. ആലസ്യം അകന്ന് കർമ്മരംഗത്ത് ഉത്സുകത നിറയുന്ന കാലമാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠനത്തിൽ ഏകാഗ്രത പുലർത്തുവാൻ കഴിയും. നല്ല സൗഹൃദങ്ങൾ മുട്ടിട്ട് വരുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് ആഹ്ലാദിക്കുവാനുള്ള ദിനങ്ങൾ വന്നു ചേരും. ദാമ്പത്യത്തിൽ ഐക്യം ദൃഢമാകുന്നതാണ്. നിങ്ങളുടെ പിണങ്ങിയ ബന്ധുക്കൾ ഇണങ്ങിക്കൂടും. ഗൃഹ അന്തരീക്ഷത്തിൽ സമാധാനം നിറയുന്നതാണ്. ഭൂമിയിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം. ഗൃഹനിർമ്മാണം സാമ്പത്തിക ക്ലേശങ്ങളെയെല്ലാം മറികടന്ന് പുരോഗമിക്കുന്നതാണ്. പുതുവാഹനം വാങ്ങുവാൻ അവസരം സിദ്ധിക്കും. മത്സരങ്ങൾ എത്ര കടുത്തതായാലും അവയെ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ മനസ്സിനിണങ്ങിയ, അതായത് ആഗ്രഹിച്ച ശമ്പളം ലഭിക്കുന്നതും നിങ്ങൾ മോഹിച്ച ജോലിയും കിട്ടാവുന്നതാണ്. നവസംരംഭങ്ങൾ സാക്ഷാത്കരിക്കുവാൻ കഴിയും. കിടപ്പ് രോഗികളായ ആളുകൾക്ക് ആശ്വാസം കൈവരുന്ന കാലമാണ്. കാത്തിരുന്ന സ്ഥാനമാനങ്ങൾ വന്നു ചേരുന്നതാണ്.
അടുത്തത് ധനുരാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം, ഒന്നാം പാദം. 9-ൽ നിന്നും 10-ാം ഭാവത്തിലേക്കാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. അനുകൂലമായ ഭാവമല്ല, എന്നാൽ കടുത്ത പ്രതികൂലതകൾ പറയുവാനുമില്ല. ബിസിനസ്സിനായി കടം വാങ്ങരുത്. അത് പിന്നീട് വീട്ടുവാൻ വളരെയധികം വിഷമിക്കേണ്ടി വരും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ക്ലേശിക്കുന്നതാണ്. ലൈസൻസും മറ്റും കിട്ടുവാൻ അലച്ചിലുണ്ടാകും. വാഗ്ദാനങ്ങളെല്ലാം തടസ്സപ്പെടുന്നതാണ്. തീർത്ഥാടനം മാറ്റിവെക്കേണ്ടി വന്നേക്കും. അധികാര സ്ഥാനങ്ങളിലേക്ക് മത്സരമുണ്ടാകാം. അനായാസ വിജയം പ്രതീക്ഷിക്കേണ്ട കാലമല്ല. നിങ്ങൾ നിലവിൽ ചെയ്തു വന്നിരുന്ന ജോലി ഉപേക്ഷിച്ചാൽ പുതിയ ഒരു ജോലി ഉടനെ കിട്ടുവാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. സഹായ വാഗ്ദാനങ്ങൾ പാഴാകുന്നതിൽ വിഷമിക്കേണ്ടി വരും. നിങ്ങൾ ഏറ്റെടുക്കുന്ന ചടങ്ങുകളുടെ സംഘാടനം എത്രയൊക്കെ വിയർപ്പ് ചിന്തിയാലും വിമർശിക്കപ്പെട്ടേക്കാം. കലാരംഗത്തുള്ളവർക്ക് അവസരങ്ങൾ കുറയുന്നതാണ്. വേതന വർധനവ്, പ്രമോഷൻ തുടങ്ങിയവയ്ക്കുള്ള സാധ്യത വളരെ വിരളമാണ്. കുടുംബ ബന്ധങ്ങളിൽ സമ്മിശ്രമായ ഫലം ഈ കാലഘട്ടം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മാത്രം മതിയാകും. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം 2, 3, 4 പാദങ്ങൾ. തിരുവോണം, അവിട്ടം 1, 2 പാദങ്ങൾ. ഏറ്റവും പ്രതികൂലമായ സ്ഥാനമായ അഷ്ടമത്തിൽ നിന്നും ചൊവ്വ മാറുന്നത് ഒട്ടാകെ ആശ്വാസം സമ്മാനിക്കും. 9-ാം ഇടത്തും ചില ക്ലേശങ്ങൾ ചൊവ്വ സമ്മാനിക്കുന്നതാണ്. ഭാഗ്യ അനുഭവങ്ങൾക്ക് ഭ്രംശം സംഭവിക്കാം. ന്യായമായ അവകാശങ്ങൾ വൈകിക്കപ്പെടുന്നതാണ്. നിങ്ങളുടെ പിതാവിൽ നിന്നും സ്വത്തും അനുഭവങ്ങളും വ്യവഹാരത്തിലേക്ക് മാറുവാനിടയുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധയുണ്ടാകണം. ഉപാസനകൾ, ദൈവിക സമർപ്പണങ്ങൾ, തീർത്ഥാടനങ്ങൾ ഇവയ്ക്ക് ഭംഗമോ തടസ്സമോ വരുവാനിടയുണ്ട്. നിയമനം കിട്ടിയ ജോലിയിൽ പ്രവേശിക്കുവാൻ കാലതാമസമുണ്ടാകും. നിങ്ങളുടെ സഹോദരരുമായി പിണക്കം വരാം. പൊതുപ്രവർത്തകരായ ആളുകൾക്ക് നിങ്ങളുടെ അണികളുടെ അതൃപ്തിക്ക് പാത്രമായേക്കാം. പ്രമാണം, കരാറുകൾ, ഉടമ്പടികൾ ഇവയിൽ ഒപ്പിടുമ്പോൾ വ്യവസ്ഥകൾ വളരെയധികം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സഹായിക്കാം എന്ന് പറഞ്ഞിരുന്ന ആളുകൾ കൈ മലർത്തുന്നതാണ്. ആരോഗ്യ പരിപാലനത്തിൽ ശുഷ്കാന്തി വളരെയധികം വേണ്ട കാലമാണ്. രക്തസമ്മർദ്ദം ഉള്ളവർ കൂടുതൽ കരുതൽ പുലർത്തുന്നതും ഗുണകരമാകും. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം 3, 4 പാദങ്ങൾ. ചതയം, പോരുരുട്ടാതി 1, 2, 3 പാദങ്ങൾ. ചൊവ്വയുടെ കന്നി രാശിയിലേക്കുള്ള മാറ്റത്താൽ കൂടുതൽ ക്ലേശം വന്നുപെടുന്ന ഒരു രാശി കുംഭരാശിക്കാരാണ്. അഷ്ടമത്തിലേക്കാണ് ചൊവ്വ മാറുന്നത്. തന്മൂലം അനിഷ്ടമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരുന്ന കാലമാണ്. തൊട്ടതും പിടിച്ചതും അബദ്ധമായി എന്ന് വന്നേക്കാം. അനാവശ്യമായ വിവാദങ്ങളിൽ ചെന്നു പെടുവാൻ ഇടയുണ്ട്. അതായത് പുലിവാൽ പിടിക്കുക എന്ന ശൈലി ശരിയായി വരുന്ന കാലമാണ്. ഒരു രീതിയിലും നിങ്ങളുടെ മനസ്സിനിണങ്ങാത്ത ആളുകളുമായി ഒത്തിണങ്ങേണ്ട സാഹചര്യം സംജാതമാകും. പരീക്ഷണങ്ങളെല്ലാം പരാജയപ്പെടും. നിത്യവും ഓരോരോ തലവേദന കാര്യങ്ങൾ വിരുന്നു വരാം. ആത്മാർത്ഥതയെ ഉറ്റവർ തന്നെ സംശയിക്കുവാൻ ഇടയുള്ള കാലം. ഭൂമി സംബന്ധിച്ചുള്ള വ്യാപാരം നഷ്ടത്തിൽ കലാശിക്കുന്നതാണ്. സാമ്പത്തികമായ അമളികൾക്ക് വിധേയരാകുവാൻ സാധ്യതയുള്ളതിനാൽ എല്ലാവിധ കാര്യങ്ങളിലും കരുതൽ അനിവാര്യമാണ്. കുടുംബജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകാം. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് അർഹിക്കുന്ന സ്ഥാനവും വേതനവും തടസ്സപ്പെടുവാൻ ഇടയുണ്ട്. വാഹനം, അഗ്നി, ആയുധം ഇവയുടെ ഉപയോഗത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തണം. ബിസിനസ്സിൽ കൂടുതൽ മുതൽ മുടക്കുക, കടം വാങ്ങുക തുടങ്ങിയവയും പിന്നീട് ദോഷത്തിന് ഇടയാകുന്നതാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവതി. 6-ാം ഇടത്തിൽ നിന്നും 7-ാം ഇടത്തിലേക്കാണ് ചൊവ്വ മാറിയത്. അനുകൂലമാണെന്ന് പറയുവാനാവില്ല. പ്രണയിക്കുന്ന ആളുകൾക്കിടയിലുള്ള ഹൃദയബന്ധത്തിന് ശൈഥില്യം ഉണ്ടാകും. ദാമ്പത്യത്തിലും ചില വിപരീത ഫലങ്ങൾ ഭവിക്കുന്ന കാലമാണ്. ഭാര്യ ഭർത്താക്കന്മാർ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ജോലി ചെയ്യേണ്ടതായി വരാം. കൂട്ടുകച്ചവടത്തിലെ നിങ്ങളുടെ പാർട്ട്ണർമാർക്കിടയിൽ തർക്കങ്ങൾ ഉയരുന്നതാണ്. പഠനത്തിനായോ ജോലിക്കായോ വിദേശത്തേക്ക് പോകുവാനുള്ള അവസരം സിദ്ധിക്കുന്നതാണ്.
ട്രാഫിക് നിയമങ്ങൾ തെറ്റിക്കുന്നതിനാൽ പിഴ ഒടുക്കേണ്ടി വരും. സാമ്പത്തികമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട കാലമാണ്. മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് തിളങ്ങുവാൻ സാധിക്കണമെന്നില്ല. ബന്ധുതർക്കങ്ങളിൽ മധ്യസ്ഥന് ശ്രമിക്കുവാൻ കഴിയും. എന്നാൽ ദുരാരോപണങ്ങളെ നേരിടേണ്ട സ്ഥിതി വന്നു ചേരുന്നതാണ്. ആഭരണങ്ങൾ വാങ്ങുവാൻ കഴിയും. വിനോദയാത്രകൾക്കും പ്രതീക്ഷിച്ചതിലും ചെലവ് ഉണ്ടാകുന്നതാണ്. വിവാഹ കാര്യത്തിൽ ഉണ്ടായിരുന്ന തീരുമാനം നീളുന്നതാണ്. സർക്കാർ രേഖകൾ അതുമല്ലെങ്കിൽ ലൈസൻസ് ഇവ നേടുവാൻ പുനർശ്രമങ്ങൾ വേണ്ടി വരുന്നതാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ എല്ലാവിധ ജാഗ്രത പുലർത്തുന്നതും ഗുണകരമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.